السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه ملء السماوات وملء الأرض وملء ما شاء ربنا من شيء بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, ജഗനിയന്താവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിതം ക്രമീകരിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തൻ അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് വളരെ മഹനീയമായ ഒരു സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ട് ഉംറ, ഹജ്ജ് കർമ്മങ്ങൾക്കൊക്കെ പരിശുദ്ധമായ നഗരത്തിലേക്ക്, ഭൂമിയിലേക്ക് എത്തിച്ചേരുക എന്നത് റഹ്മാനായ നാഥൻ്റെ മഹത്തായ ഫദ്ലാണ്. അതിന് ഭാഗ്യം കിട്ടിയ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. അതിനുവേണ്ടി ആദ്യമായി ഒരുങ്ങിയിട്ടുള്ള ആളുകളും ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. ഏതായാലും നിർവഹിച്ച ആളുകൾക്കും നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും മഖ്ബൂലും മബ്രൂറുമായ നിലക്ക് ഉംറ കർമ്മം നിർവഹിക്കുവാനും സ്വകുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തി അള്ളാഹുവിൻ്റെ പാതയിൽ മുന്നേറുവാനുമുള്ള തൗഫീഖ് റഹ്മാനായ നാഥൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മുടെ ഉംറയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുവാനുള്ളത്. ആ 4 കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ഒരുവൻ ഉംറ നിർവഹിച്ച് ആ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഉംറ ചെയ്ത ആളുകൾക്ക് ഒന്നും കൂടെ വിഷയങ്ങൾ ആവർത്തിക്കാനും ആദ്യമായി ആ ഒരു കർമ്മത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കാൻ. ഉംറയുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇഹ്റാമാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയും കഅബാലയം വരെ ഇഹ്റാം തുടരുകയും അവിടുന്ന് കഅബാലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കർമ്മത്തിലേക്ക് കടക്കും. അത് തവാഫാണ്. തവാഫിന് ശേഷം മൂന്നാമത്തെ കർമ്മമായ സഈയിലേക്ക് കടക്കും. അതിനുശേഷം തല മുണ്ടനം ചെയ്യും. ഇങ്ങനെ 4 കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി ഉംറയുടെ കർമ്മങ്ങൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരുങ്ങിയിട്ടുള്ള ആളുകൾ എന്ന നിലക്ക് ഏതൊരു യാത്രക്കും മുന്നൊരുക്കങ്ങൾ അനിവാര്യമാണല്ലോ. ഉംറയുടെയും ഹജ്ജിൻ്റെയും മുന്നൊരുക്കം എന്ന് പറയുന്നത് തഖ്വയും ഇഖ്ലാസും തന്നെയാണ്. നമുക്ക് മുതൽക്കൂട്ടായി നമ്മുടെ കർമ്മങ്ങൾക്ക് നമ്മെ സഹായിക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകരാൻ തഖ്വയും ഇഖ്ലാസും അനിവാര്യം തന്നെ. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലക്ക് ആ ഒരു കർമ്മം നിർവഹിച്ച് കഴിയുന്നതോടുകൂടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, മനുഷ്യർക്ക് ശുദ്ധീകരണ പ്രക്രിയയിൽ ഏർപ്പെടാൻ അള്ളാഹു ഒട്ടനവധി മാർഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന അമലു സാലിഹാത്തുകൾ നമ്മുടെ സയ്യിആത്തുകൾക്കുള്ള പരിഹാരങ്ങളാണ്. വുളു എടുക്കുന്നത് പോലും ആ അവയവങ്ങൾ കൊണ്ട് ചെയ്ത തെറ്റുകുറ്റങ്ങൾക്കുള്ള പരിഹാരമായി കൊണ്ട് റഹ്മാനായ നാഥൻ സ്വീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ
ഇഖ്ലാസോടെ തഖ്വയോടെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നത് എന്ന ബോധ്യത്തോടെയും നിയ്യത്തോടെയും ചെയ്യുമ്പോഴാണ് അതൊക്കെയും ആ രൂപത്തിലുള്ള പ്രതിഫലങ്ങൾ കിട്ടുക. അതേപോലെ പഠിപ്പിക്കപ്പെട്ടതാണ് അസ്വലാത്തുൽ ഖംസ, 5 നേരത്തെ നമസ്കാരങ്ങൾ. 5 നേരത്തെ നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന വ്യക്തികൾക്ക് ആ നമസ്കാരങ്ങൾക്കിടയിലുള്ള തെറ്റുകുറ്റങ്ങൾക്കുള്ള പരിഹാരമായി കൊണ്ടാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അൽ ജുമഅതു ഇലൽ ജുമഅ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെയുള്ള സമയം. അർ റമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള സമയം. ആ കൂട്ടത്തിലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അൽ ഉംറതു ഇലൽ ഉംറ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള സമയം. ആ 2 ഉംറകൾ ചെയ്യുന്നതോടുകൂടി ആ ഉംറകൾക്കിടയിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾക്കുള്ള പരിഹാരമായി കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ വ്യക്തിക്ക് പാപമോചനങ്ങളും പ്രതിഫലങ്ങളും നൽകും എന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതിയോടുകൂടി ആ നിയ്യത്തോടുകൂടി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ആ ഒരു സൂക്ഷ്മതയും ഇഖ്ലാസും കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന മഹനീയമായ പ്രതിഫലങ്ങളാണ് അത് എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ അറിയുകയും അത് ഉൾക്കൊള്ളുകയും ആ ഒരു രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യണം എന്നതാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളിവിടുന്ന് പുറപ്പെടുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള നമ്മുടെ അമീറന്മാർ നിങ്ങൾക്ക് ചിലപ്പോൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവാം. എന്നിരുന്നാലും ആ ഒരു ഒഴുക്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയും ഉംറയ്ക്ക് വേണ്ടിയാണ് എന്ന നിയ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്നിരുന്നാലും മീഖാത്തിലെത്തി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്നത് ഇതിൻ്റെ ഒരു നിർബന്ധ കർമ്മം തന്നെയാണ്. ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾ ഞാൻ ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാണ് എന്ന ചിന്താഗതിയോടെ നിയ്യത്തോടെ ഇറങ്ങും. അതിനുവേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടാൻ പറയുന്ന സ്ഥലങ്ങളിൽ വന്ന് ഒരുമിച്ച് കൂടുമ്പോഴും ആ നിയ്യത്തുണ്ടാവും, വാഹനത്തിൽ കയറുമ്പോഴും ആ നിയ്യത്തുണ്ടാവും. എന്നിരുന്നാലും ഒന്നാമത്തെ ഭാഗം എന്ന നിലക്ക് ഉംറ നിർവഹിക്കാൻ പോകുന്ന ആളുകൾ മീഖാത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ കർമ്മത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുക. അപ്പം വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ എന്ന പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും എന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഖ്യാപനം ഉൾക്കൊണ്ട് യാത്രയിലുടനീളം പ്രാർത്ഥനാമുഖരിതമായ നിലക്കായിരിക്കണം നമ്മൾ യാത്രകൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സഹായകമാകുക. ഇഹ്റാമിന് ഓരോ ആളുകൾക്കും ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്കും ഓരോ മീഖാത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ അത്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ അസ്സൈലുൽ കബീർ എന്ന് പറയുന്ന മീഖാത്തിലാണ് നമ്മൾ എത്തിച്ചേരുക. ഇഹ്റാമിലേക്ക് പ്രവേശിക്കാതെ മീഖാത്ത് വിട്ടു പോകാൻ പാടില്ല. മീഖാത്തിൽ നിന്ന് ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. എന്നാൽ വിമാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഖത്തറിൽ നിന്ന് പോവുകയാണെങ്കിൽ തന്നെയും മീഖാത്തിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ പൈലറ്റുമാർ അവിടെ നിർദ്ദേശങ്ങൾ നൽകും, മീഖാത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം മദീന വഴി വരുമ്പോൾ ദുൽഹുലൈഫയിലെ വച്ചിട്ടാണ് നിങ്ങൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അപ്പം വിമാനങ്ങളിൽ പോകുന്ന ആളുകൾക്ക് ആ മീഖാത്തിലെത്തുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകും, മീഖാത്തിലെത്തിയിട്ടുണ്ട്, ഇഹ്റാമിലേക്ക് പ്രവേശിക്കാം എന്ന നിലക്ക്. എന്നാൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ മീഖാത്തിലേക്ക് കാത്തു നിൽക്കുന്നതിന് പകരം ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ഉറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധയിലായി പോയാലോ എന്ന് കരുതി മുൻകൂട്ടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ട്. ഇഹ്റാം വസ്ത്രം ധരിച്ച് കുളിച്ച് മാറ്റി ഇഹ്റാം വസ്ത്രം ധരിച്ച് ഇഹ്റാമിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകളും ഉണ്ട്. അത് തെറ്റ് എന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഏറ്റവും അഫ്ളലായത് ഉത്തമമായത് മീഖാത്തിൽ നിന്ന് തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. അപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുന്നത്തായതും ഫർളായതുമായ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം പരിപൂർണമായും നമ്മുടെ അമല് കബൂലാക്കപ്പെടണം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ നിലക്ക് നമുക്ക് പ്രതിഫലം കിട്ടണം. ആ പ്രതിഫലം കിട്ടാൻ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊന്ന് ഒരുങ്ങുക, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുങ്ങുക എന്ന് പറയും. അങ്ങനെ ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ശരീരത്തിൻ്റെ ഗുഹ്യഭാഗങ്ങളിലും കക്ഷത്തിലൊക്കെ ഉള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യുക. നഖം വലുതായിട്ടുണ്ടെങ്കിൽ നഖം മുറിക്കുക.
അങ്ങനെ ഒരു ശുദ്ധി പാലിക്കുക. മീഖാത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ കുളിക്കാനും മാറ്റാനും ഇഹ്റാം വസ്ത്രം ധരിക്കാനും എല്ലാത്തിനുമുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് നമുക്ക് വസ്ത്രം മാറാം, കുളിക്കാം. കുളി കഴിഞ്ഞ ശേഷം സുഗന്ധം ശരീരത്തിൽ പുരട്ടാം, ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ പുരട്ടാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആണുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. വസ്ത്രത്തിൽ പുരട്ടാൻ പാടില്ല, ശരീരത്തിൽ പുരട്ടാം. എന്നാൽ ആ ശരീരത്തിൽ പുരട്ടിയത് വസ്ത്രത്തിലായി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബോധപൂർവം നമ്മൾ വസ്ത്രത്തിലേക്ക് പുരട്ടാൻ പാടില്ല എന്നർത്ഥം. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും നല്ലത് ഒന്നുകിൽ ഒരു ഫർള് നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മൾ തഹിയ്യത്ത് നമസ്കരിച്ച ശേഷമാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ വുളു എടുത്തതിൻ്റെ സുന്നത്ത് നമസ്കാരം എന്ന നിലക്ക് ഒരു സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് അതിനുശേഷം നമുക്ക് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇഹ്റാമിൻ്റെ രൂപം നമ്മൾ പറഞ്ഞു, ആ കുളി കഴിഞ്ഞു, സുഗന്ധം പൂശി ഇഹ്റാമിൻ്റെ വേഷം ധരിക്കുക എന്നതാണല്ലോ. ഇഹ്റാമിൻ്റെ വേഷം ധരിക്കുമ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടുമാണ് ഉണ്ടാവുക. അടിവസ്ത്രങ്ങളൊന്നും പാടുള്ളതല്ല. അത് ഉടുക്കേണ്ട രൂപം നമുക്ക് അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പോയ ആളുകളുണ്ടാവും. ഇനിയിപ്പോൾ ഒന്നാമതായിട്ട് പോകുന്ന ആളുകൾ ഒരു ഉടുമുണ്ട് എടുക്കുക, മുണ്ടെടുക്കുന്നത് പോലെ ഉടുക്കുക, ഒരു മേൽമുണ്ട് നമ്മുടെ മേല് പൊതിയുക. ഇതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിൻ്റെ വസ്ത്രം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഔറത്ത് മുഴുവനും മറയ്ക്കുക എന്നതാണ് ഇഹ്റാമിൻ്റെ വസ്ത്രമായിട്ട് അവർക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ആ രൂപത്തിൽ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയും ഇഹ്റാം ചെയ്ത ശേഷം മാത്രമേ മീഖാത്ത് വിട്ട് പോകാൻ പാടുള്ളൂ എന്ന ഉത്തമ ബോധ്യം എല്ലാ ആളുകൾക്കും ഉണ്ടാവുകയും ഒരു കാരണവശാലും ഇഹ്റാമിലേക്ക് പ്രവേശിക്കാതെ മീഖാത്ത് വിട്ടു പോകുന്നില്ല എന്നത് ഉറപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിയ്യത്ത് എന്താണ്? നമ്മൾ മനസ്സിൽ ഉറപ്പിക്കലാണ്. ഞാൻ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന നിലക്ക് ഉറപ്പിക്കലാണ് ചെയ്യേണ്ടത്. എന്നാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പ്രഖ്യാപിച്ചതായിട്ട് കാണാം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന നിലക്ക് ഉറക്കെ പ്രഖ്യാപിച്ചതായി കാണാം. അത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ നമസ്കാരത്തിലൊക്കെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്കൊക്കെ പ്രവേശിക്കുമല്ലോ അല്ലേ? നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടും. അതിനുശേഷം അതൊരു ഉറപ്പിക്കലാണ്. ഞാനിതാ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, ഇനി സലാം വീട്ടുന്നത് വരെയും ഞാൻ മറ്റുള്ള ഒരു ചിന്തകളിലേക്കും പോകാൻ പാടില്ല, മറ്റ് സംസാരങ്ങളിലേക്കോ ഒന്നിലേക്കും മുഴുകാൻ പാടില്ല, പൂർണ്ണമായും ഞാൻ നമസ്കാരത്തിൽ മുഴുകി നിൽക്കണം എന്നൊരു ബോധ്യപ്പെടുത്തലാണ്. അതേപോലെയാണ് ഉംറയ്ക്ക് വേണ്ടി നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോഴും ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, അല്ലാഹുമ്മ ലബ്ബൈക ഉംറ അല്ലെങ്കിൽ ലബ്ബൈക ഉംറതൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഉറക്കെ പറയാം. എന്ന് പറഞ്ഞാൽ സ്വയം ബോധ്യപ്പെടുത്തുകയും നമ്മളോടൊപ്പമുള്ള ചുറ്റിലുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ആളുകൾക്ക് ഞാൻ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, ഇനി ഇഹ്റാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന നിലക്ക് ഇഹ്റാം ഞാൻ തഹല്ലുലാകുന്നത് വരെയും മറ്റ് അനർത്ഥങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല എന്നതൊരു ഉറപ്പിക്കലാണ്. ആ ഉറപ്പിക്കലിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ കർമ്മങ്ങളുടെ ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കുന്നത്. ആ രൂപത്തിൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷൂ, സോക്സ് പോലെയുള്ള കാല് മുഴുവൻ മറയപ്പെടുന്ന രൂപത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. ചെരുപ്പ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷേ പുരുഷന്മാർ പ്രത്യേകിച്ച് ഷൂ, സോക്സ് പോലെയുള്ള കാല് മുഴുവനായിട്ട് മറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നത് ഒന്ന് ഓർമ്മിക്കുക. ശേഷം കഅബാലയത്തിൽ എത്തുന്നത് വരെയും തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നതാണ്. പുരുഷന്മാർ കുറച്ച് ഉറക്കെ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. സ്ത്രീകൾ അടുത്ത് അന്യപുരുഷന്മാരൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഉറക്കെ ചെല്ലാം, അല്ലെങ്കിൽ വളരെ മെല്ലെ ആ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇതിങ്ങനെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ലബ്ബൈക ചൊല്ലി അള്ളാഹുവിൻ്റെ അതിഥികളാണ് എന്ന് ബോധ്യപ്പെട്ട് കഅബാലയത്തിലെത്തുന്നത് വരെയും അല്ലെങ്കിൽ മക്കയിലെത്തുന്നത് വരെയും നമ്മൾ അതിങ്ങനെ ആവർത്തിച്ച് കൊണ്ടേയിരിക്കുക. ആ കൂട്ടത്തിൽ നമുക്ക് ദിക്റുകൾ ചൊല്ലാം, മറ്റു ദുആകളാവാം, അതേപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളാവാം, എന്തുമാവാം, കുഴപ്പമില്ല. പക്ഷേ
മറ്റുള്ള നിലക്ക് നമ്മുടെ എന്താ പറയുക ഇസ്സത്തിന് ചേരാത്ത നിലക്കുള്ള സംസാരങ്ങൾ, വിനോദങ്ങൾ, അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം നമ്മൾ അങ്ങനെ ഒരു കർമ്മത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത്. അപ്പോൾ പരിപൂർണമായും തുടക്കം മുതൽ ഒടുക്കം വരെയും ആ കർമ്മങ്ങളുടെ പൂർണ്ണത കിട്ടണം എന്ന നിലക്ക് ആ രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മളിത് ചൊല്ലി ലബ്ബൈക ചൊല്ലി പോവുക. ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത വിരോധിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ഒരിക്കലും അല്ലെങ്കിൽ നമ്മൾ തഹല്ലുലാകുന്നത് വരെയും അതിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശരീരവയവങ്ങളുടെ രൂപത്തിൽ തുന്നി ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, പിന്നെ നമ്മൾ ഇഹ്റാമിലേക്ക് കയറി നേരെ മക്കത്ത് പോകുന്നു, ഉംറ ചെയ്യുന്നു, ഇറങ്ങണു, തഹല്ലുലാവണു, അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് പിന്നെ വസ്ത്രത്തിന് ഒക്കെ സമയമുള്ളത് എന്നൊക്കെ തോന്നിയേക്കാം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് വിശ്രമിക്കാനും സമയമെടുക്കാനും ഒക്കെ അനുവാദമുണ്ട് എന്നത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ നിലക്ക് തുന്നി ഉണ്ടാക്കിയ അവയവങ്ങൾക്ക് വേണ്ടി തുന്നി ഉണ്ടാക്കിയ നിലക്കുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ശേഷം പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പുരുഷന്മാർ തല മറക്കാൻ പാടില്ല, സ്ത്രീകൾ മുഖം മറക്കാൻ പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട നിലക്ക് പഠിപ്പിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ പിന്നീട് രോമങ്ങളോ നഖങ്ങളോ നീക്കം ചെയ്യാനോ മുറിക്കാനോ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദമ്പതികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, സല്ലാപങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ ജന്തുക്കളെ വേട്ടയാടാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ചേ മതിയാവുള്ളൂ. എങ്ങാനും ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. ഒരാടിനെ അറുത്ത് മക്കയിലെ സാധുക്കൾക്ക് വിതരണം ചെയ്യുകയോ, അല്ലെങ്കിൽ 6 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുകയോ, അതല്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കുകയോ ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ നമ്മൾ ചെയ്ത ഈ കാര്യങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായിട്ട് വരുള്ളൂ. എങ്കിലേ അപ്പോഴേ നമ്മൾ മഖബൂലായ നിലക്കുള്ള ഉംറ നിർവഹിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. ആ കാര്യം ഓർമ്മപ്പെടുക. എന്ന് വെച്ചാൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, അള്ളാഹ്ക്ക് വേണ്ടി ഒരു ഇബാദത്ത് ചെയ്യാൻ, അമൽ ചെയ്യാൻ ഞാൻ മാനസികമായും ശാരീരികമായും ഒരുങ്ങി, അതൊരു ഉറപ്പ് നമ്മുടെ മനസ്സ് കൊടുക്കുകയും ഈ ഇഹ്റാം നഷ്ടപ്പെടുന്ന രൂപത്തിൽ യാതൊന്നും ഭംഗം വരുന്ന നിലക്ക് യാതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്താൽ മതി. അപ്പോഴും ഞാൻ പറഞ്ഞ നേരത്തെയുള്ള സംശയങ്ങൾ ഇതൊക്കെ നമുക്ക് തോന്നിയേക്കാം, ഇതിനൊക്കെ എവിടുന്ന സമയം എന്ന് തോന്നിയേക്കാം. അത് ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് നമ്മൾ മക്കയിലേക്ക് കഅബയിലേക്ക് എത്തുന്നത് വരെയുള്ള നമ്മുടെ യാത്ര. കഅബയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ മക്കത്തെത്തി നമുക്ക് താമസിക്കാനുള്ള റൂമിലെത്തി, നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചു, നമുക്ക് തോന്നുകയാണ് ഇപ്പം തന്നെ പോയി ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല, ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ എന്ന് തോന്നുകയാണെങ്കിൽ ആൾക്ക് റൂമിൽ വിശ്രമിക്കാം. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് തോന്നുകയാണ് ഞാൻ ഉടുത്ത മുണ്ടും എൻ്റെ മേൽമുണ്ടും മുഷിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുകയാണ്, അതവർക്ക് മാറ്റാം. എന്ന് പറഞ്ഞാൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ കെട്ടിയ മുണ്ടും മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് പൂർത്തീകരിക്കണം ഉംറ എന്നില്ല എന്നർത്ഥം. ഇപ്പം നമ്മൾ യാത്രയിലാണല്ലോ, എന്തും സംഭവിക്കാം. അപ്പോൾ ആ യാത്രയിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഇഹ്റാം വസ്ത്രത്തിന് എന്തെങ്കിലും കേടുപാടുകളോ മുഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നജസോ എന്തെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, ആ റൂമിൽ വെച്ച് അത് മാറ്റിയിട്ട് വേറെ ഇഹ്റാം വസ്ത്രം ധരിക്കാം, അതിന് വിരോധമൊന്നുമില്ല. അപ്പം മക്കയിലേക്ക് റൂമിലേക്ക് എത്തിയപ്പോഴാണ് വല്ലാത്ത ക്ഷീണം, ഒന്ന് കുളിക്കണം തോന്നുകയാണ്, ആൾക്ക് കുളിക്കാം, അതിനും വിരോധങ്ങളൊന്നുമില്ല. ഞാൻ ഇഹ്റാമിൻ്റെ സമയത്ത് കുളിച്ചിട്ടാണല്ലോ ഇഹ്റാമിലേക്ക് കയറിയത്, അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ പാടുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വുദൂയിൽ ആയിരിക്കണം, ശുദ്ധിയായിരിക്കണം എന്നത് മാത്രമാണ് നിബന്ധന. ടോയ്ലറ്റിൽ പോയപ്പോഴാണ് ആലോചിക്കുന്നത്, ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടി വൃത്തിയാവണം എന്ന് എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ തോന്നുന്നു. ആൾക്ക് കുളിച്ച് മാറ്റി ആ വസ്ത്രം തന്നെ ധരിക്കാം, അതല്ലെങ്കിൽ പുതിയ ഇഹ്റാം വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യാം, ആൾക്ക് തവാഫിന് വേണ്ടി പോകാം.
അറിയേണ്ടത് തവാഫ് ചെയ്യുമ്പോൾ വുദു നിർബന്ധമാണ്. തവാഫ് ചെയ്യുമ്പോൾ വുദു നിർബന്ധമാണ്. ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മീഖാത്തിലെത്തിയ സമയത്ത് സ്ത്രീകൾക്ക് ആർത്തവം സംഭവിക്കുകയോ ഹൈല് സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇനി ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല. മീഖാത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. തവാഫ് ചെയ്യാൻ പാടില്ല, ശുദ്ധിയായ ശേഷം മാത്രമേ പാടുള്ളൂ എന്നത് ആലോചിച്ചാൽ മതി. കാരണം മീഖാത്ത് ഇഹ്റാമിൽ പ്രവേശിക്കാതെ മീഖാത്ത് വിട്ടു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മീഖാത്തിൽ വെച്ച് തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. ബാക്കി ശുദ്ധിയായ ശേഷം തവാഫ് കാര്യങ്ങളും മറ്റ് കർമ്മങ്ങളിലേക്കും കടക്കാവുന്നതാണ്. അപ്പം നമ്മൾ കഅബയിലേക്ക് എത്തിച്ചേരുമ്പോൾ, മക്കയിലേക്ക് എത്തിച്ചേരുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ എവിടേക്ക് കയറുകയാണ്? മസ്ജിദുൽ ഹറാമിലേക്ക് കയറുകയാണ്. ആ ഹറമിലേക്ക് കയറുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു പള്ളിയിലേക്ക് കയറുമ്പോൾ എന്താണോ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയോടുകൂടി തന്നെയായിരിക്കണം നമ്മൾ കയറേണ്ടത്, പ്രവേശിക്കേണ്ടത്. മസ്ജിദുൽ ഹറമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ തഹിയ്യത്തില്ല, തഹിയ്യത്തിന് പകരം തവാഫാണ് ഉള്ളത്. അപ്പം നമ്മൾ കയറിയ സമയത്ത് തവാഫിന് പറ്റിയ സാഹചര്യം ഇല്ല എന്ന് വിചാരിക്കുക, അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പം കയറിയ സമയത്ത് തവാഫിന് പറ്റിയൊരു സാഹചര്യമല്ല, അവിടെ കുറച്ച് അസൗകര്യങ്ങളുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തവാഫ് തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നതിൽ തെറ്റുമില്ല. ആ അസൗകര്യം മാറി സൗകര്യം വരുന്ന സമയം വരെ നമുക്കവിടെ ഹറമിൽ കഴിച്ചുകൂട്ടാം. ശേഷം നമ്മൾ തവാഫിലേക്ക് ഇറങ്ങിയാൽ മതി. മത്താഫിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം തവാഫിൻ്റെ തുടക്കം ഹജറുൽ അസ്വദിന് നേരെ നിന്നുകൊണ്ടായിരിക്കണമല്ലോ. അപ്പം തിരക്ക് കൂടുതലാവുമ്പോൾ സാധാരണ ഹജറുൽ അസ്വദിൽ തൊട്ടോ അല്ലെങ്കിൽ ഹജറുൽ അസ്വദിൽ മുത്തിയോ കൊണ്ട് വേണം നമ്മളിത് ആരംഭിക്കാൻ, തവാഫ് തുടങ്ങാൻ, അല്ലേ? ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തവാഫ് ആരംഭിക്കുക. എന്നാൽ തിരക്കുള്ള സമയമാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുക്കലേക്ക് പോകാൻ ചിലപ്പോൾ സാധ്യമല്ല. അപ്പോൾ ഹജറുൽ അസ്വദ് ഇടത് ഭാഗത്ത് വരുന്ന രൂപത്തിൽ നിങ്ങൾക്ക് വലതു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 ട്യൂബ്, പച്ച നിറത്തിലുള്ള 2 ട്യൂബ് കാണാൻ കഴിയും. ഓക്കെ. അപ്പം അതിന് മുന്നോടിയായി നമ്മുടെ ഇഹ്റാം വസ്ത്രത്തിൻ്റെ ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. അത് ഈ തവാഫ് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഓർമ്മയിലേക്ക് വരേണ്ടത്. അപ്പം ഇവിടെ ഈ വലത് ഭാഗത്ത് നമുക്ക് 2 പച്ച ലൈറ്റുകൾ കാണാം, ഇടത് ഭാഗത്ത് ഹജറുൽ അസ്വദും ഉണ്ടാവും. ഓക്കെ. അപ്പം ഹജറുൽ അസ്വദ് നമ്മൾ കഅബയുടെ ഈ രൂപം നോക്കിയാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. ഇതിൻ്റെ ബാബ് ഇവിടെയാണുള്ളത്, ഈ മൂലയിലാണ് ഹജറുൽ അസ്വദിന്റെ ഭാഗം. അപ്പം ഇവിടെ വന്ന് നിൽക്കണം നമ്മൾ. ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഹറമിന്റെ ഈ ഭാഗത്ത് പച്ച ലൈറ്റുള്ള 2 ട്യൂബുകൾ കാണാൻ കഴിയുക. അവിടെ വന്നിട്ട് ഈ ഹജറുൽ അസ്വദിന്റെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ തവാഫ് ആരംഭിക്കുക. തവാഫ് ആരംഭിക്കുമ്പോൾ നമ്മുടെ മേൽമുണ്ട് വലത് ഭാഗം പുറത്തു വരുന്ന രൂപത്തിൽ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക ആണുങ്ങൾ. ഓക്കെ. ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മേൽമുണ്ടായിട്ട് തന്നെ ഇത് പുതക്കാവുന്നതാണ്. നമ്മൾ മേൽമുണ്ടായിട്ടാണ് പുതക്കുക. ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ശേഷം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും റൂമിലുള്ളപ്പോഴാണെങ്കിലും ഹറമിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാവുക, ഈ രൂപത്തിലാണ് ഉണ്ടാവുക. പക്ഷേ ഇതുപോലെ വന്ന് നിന്ന് നമ്മൾ ഹജറുൽ അസ്വദിന്റെ അടുത്തൽ വന്ന് നിന്ന് ഹജറുൽ അസ്വദിലേക്ക് നിന്ന് നമ്മൾ തവാഫ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇതുപോലെ വലത് കൈ വലത് ഷോൾഡർ പുറത്ത് വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, ഈ സാധനം ഇങ്ങനെ മേൽമുണ്ട് പുതക്കും. എന്നിട്ട് നമ്മൾ ഹറമിൽ നിൽക്കുന്നു. ഇവിടെയാണ്, ഈ ഭാഗത്താണ് നമ്മുടെ ഹജറുൽ അസ്വദ് ഉണ്ടാവുക. ഹജറുൽ അസ്വദിന് നേരെ കൈ ഉയർത്തിക്കൊണ്ട് എന്ത് പറയാം, ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തവാഫ് ആരംഭിക്കുക. അതിൽ ആദ്യത്തെ 3 തവാഫ്, എത്ര തവാഫ് ഉണ്ട് ശരിക്കും? 7 എണ്ണം അല്ലെ? ആദ്യത്തെ 3 തവാഫ് ചെയ്യുമ്പോൾ കുറച്ച് വേഗത്തിലാണ് നമ്മൾ ചെയ്യുക. ഓടുകയാണോ ചോദിച്ചാൽ ഓടുകയല്ല, നടക്കുകയാണോ ചോദിച്ചാൽ നടക്കുകയല്ല. രണ്ടിൻ്റെയും ഒരു മധ്യത്തിലുള്ള നിലക്ക് ആണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇനി അതിന് സൗകര്യപ്പെടുന്നില്ല എങ്കിൽ മുന്നത്തെ ആളെ കുത്തിയിട്ട് മലത്തിയിടാനൊന്നും പോകണ്ട കേട്ടോ. മുന്നത്തെ ആളെ ഉന്തി നമ്മളിത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതിന് സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ അതിന് സാഹചര്യം ഇല്ലെങ്കിൽ സാവധാനത്തിൽ തന്നെ ചെയ്യുക.
അപ്പം ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുക. ഇവിടുന്ന് തുടങ്ങി വരികയാണ് അല്ലേ. ഈ തവാഫിന്റെ ഇടയിൽ പ്രത്യേകമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളോ ദിക്റുകളോ ദുആകളോ ഇല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും പ്രാർത്ഥിക്കാം, എന്ത് ദിക്റുകളും ചൊല്ലാം, ഖുർആൻ പാരായണങ്ങൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ അവിടെ പോകുമ്പോൾ പ്രത്യേകത, പല രാജ്യക്കാരും വരും. പല രാജ്യക്കാർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോ അതിന് ചില അമീറന്മാരുണ്ടാവും. അവരിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ബേക്കുന്ന ആളുകൾ അതിങ്ങനെ ഏറ്റു പറയും, ലാ ഹൗല ലാ ഹൗല വലാ ഖുവത വലാ ഖുവത ഇല്ലാ ബില്ലാ ഇല്ലാ ബില്ലാ എന്നിങ്ങനെ എന്താ പറയാ ഒരു വിളിച്ചു പറഞ്ഞു പോകുന്ന ഒരു സെറ്റപ്പ് ഒക്കെ അവിടെ കാണാം. അപ്പൊ അതൊന്നും കണ്ട് പരിഭ്രാന്തരാകുമൊന്നും വേണ്ട. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് എന്തൊക്കെ നമുക്ക് ചോദിക്കാനുണ്ടോ, എന്തൊക്കെ നമുക്ക് പറയാനുണ്ടോ അതൊക്കെ നമ്മൾ ചോദിക്കുക, പറയുക, ദിക്റുകൾ ചൊല്ലുക. അതൊക്കെ സ്വതക്കയാണ് എന്ന ബോധ്യം ഉണ്ടാവുക, മറ്റുള്ള ദുആകൾ ഉണ്ടാവുക, ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാവുക. അതിങ്ങനെ ചെയ്യാം. ഈ ഭാഗമാണ് റുക്നുൽ യമാനി എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഈ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതിങ്ങനെ ചുറ്റി ഒരു ഭാഗം കഴിഞ്ഞു, രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു, മൂന്നാമത്തെ ഭാഗം കഴിഞ്ഞ് വരുമ്പോൾ ഈ ഭാഗമാണ് റുക്നുൽ യമാനി. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും, ഖില്ലയുടെ ഒരു ചെറിയ പോർഷൻ ഇങ്ങനെ മുറിച്ചു വെച്ചതായിട്ട് കാണാൻ കഴിയും, കഅബ കാണാൻ വേണ്ടിയിട്ട്. അവിടെ തൊടല് സുന്നത്താണ്. വേറെ കഅബയുടെ വേറെ ഭാഗങ്ങളൊന്നും തൊടലോ മുത്തലോ ഒന്നും സുന്നത്തൊന്നുമില്ല. ഇവിടെ ഒന്ന് തൊടാം, ഒന്ന് തടവാം. അതിന് നമുക്ക് സമയം കിട്ടുക അല്ലെങ്കിൽ എന്താ പറയുക അവസരം കിട്ടുകയാണെങ്കിൽ മാത്രം. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ജനങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും, അടി ഉണ്ടാക്കി ഇടി ഉണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ കാണാം. അപ്പോൾ അത് തൊട്ടാലേ ഉംറ സഹിയാവുള്ളൂ, അത് മുത്തിയാലേ ഉംറ കബൂലാവുള്ളൂ മഖബൂലാവുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. അവസരം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഈ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ഈ ഭാഗത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന എന്ത് ചെയ്യുക? ആവർത്തിച്ച് എവിടെ മുതൽ? റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ഈ ഭാഗത്ത്. വീണ്ടും നമ്മൾ ഹജറുൽ അസ്വദിന്റെ നേരെ വരും. അവിടെ രണ്ടാമത്തെ തവാഫ് ആരംഭിക്കും അല്ലെ. അങ്ങനെ 7 വട്ടമാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. ഞാൻ പറഞ്ഞു തവാഫ് ചെയ്യുന്ന സമയത്ത് വുളു നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ചിലപ്പോ എന്ത് ചെയ്യാം, തവാഫിന്റെ ഇടയിൽ വുളു നഷ്ടപ്പെട്ടു പോയേക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ എത്രയാണോ പൂർത്തിയായത് ആ എണ്ണം പിടിക്കുക. ഇപ്പൊ 2 എണ്ണം കഴിഞ്ഞ ശേഷമാണ് വുളു നഷ്ടപ്പെടുന്നതെങ്കിൽ 2 എന്ന എണ്ണം കണക്കാക്കുക. നമ്മൾ ആ മത്താഫിൽ നിന്ന് പുറത്തു പോവുക, വുളു എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ ഹജറുൽ അസ്വദിന്റെ അടുത്ത് വരിക, മൂന്നാമത്തത് സ്റ്റാർട്ട് ചെയ്യുക. പറഞ്ഞു മനസ്സിലായല്ലോ? എത്രയാണോ പൂർത്തീകരിച്ചത് അതിന്റെ കണക്ക് വെക്കുക, ബാക്കി വന്നിട്ട് പൂർത്തീകരിക്കുക. ഇനിയിപ്പം വുളു ഒന്നും മുറിഞ്ഞിട്ടില്ല, പക്ഷെ എണ്ണം കിട്ടണില്ല, എണ്ണം തപ്പിപ്പോയി. ഇപ്പം 4ഓ 5ഓ കഴിഞ്ഞു. 5 കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, പടച്ചോൻ ഇപ്പൊ എത്ര ഓർമ്മ കിട്ടുന്നില്ല, 4ആണോ പൂർത്തിയായത് 5ആണോ പൂർത്തിയായത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ മനസ്സ് ഉറപ്പിക്കണത് എത്രയാണോ നോക്കുക. അപ്പം 3 ഞാൻ 3 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സ് പറയുന്നത് എങ്കിൽ 3ൽ എണ്ണം പിടിക്കുക, ബാക്കി 4 എണ്ണം പൂർത്തീകരിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് തവാഫ് 7 എണ്ണം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബാബിന്റെ മുന്നിലായിട്ട് എന്തുണ്ട്? മഖാമ ഇബ്രാഹിം ഉണ്ടാവും. ആ മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ വന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നതാണ് അടുത്ത് ചെയ്യാനുള്ളത്. മഖാമ ഇബ്രാഹിമിന്റെ അടുത്ത് വന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. ആ 1ാമത്തെ റക്അത്തിൽ സൂറ ഫാത്തിഹയും സൂറത്ത് കാഫിറൂനും പാരായണം ചെയ്യുക. 2ാമത്തെ റക്അത്തിൽ സൂറ ഫാത്തിഹയും സൂറ ഇഖ്ലാസും പാരായണം ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾ മഖാം ഇബ്രാഹിമിന്റെ തൊട്ട പിന്നിൽ വന്ന് നോക്കുമ്പോൾ സ്ഥലമില്ല, ആൾക്കാരൊക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് സ്ഥലം കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ കുറച്ച് ബാക്കിലേക്ക് മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. തവാഫിന് ശേഷം കുറച്ച് സംസം കുടിക്കാം. സംസം കുടിക്കുക. നമുക്കറിയാം സംസം ഏതൊരാവശ്യത്തിന് വേണ്ടി കുടിക്കുന്നോ അത് അതിനുള്ളതാണ് എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട വെള്ളമാണല്ലോ. അതുകൊണ്ട് തന്നെ സംസം കുടിക്കുമ്പോഴും ഇറക്കിറക്കായി അതിൻ്റെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് കുടിക്കുക. ബിസ്മി ചൊല്ലണം അല്ലേ, ഇറക്കിറക്കായിട്ട് കുടിക്കണം, ഹംദ് പറയണം, ഇതൊക്കെ നമുക്കറിയാം. അതോടൊപ്പം പ്രാർത്ഥന കൂടെ ഉണ്ടാവുക. കുടിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച്
ആ പ്രാർത്ഥനയോടെ കുടിക്കുക. എന്താണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കുടിക്കുകയല്ലോ, അതുപോലെ ആഗ്രഹങ്ങൾ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആ സാധനം സംസം കുടിക്കുക. അപ്പം സംസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ളതൊക്കെ ഇഹ്റാം കഴിഞ്ഞു, രണ്ടാമത്തെ ഘട്ടം എന്നുള്ളതൊക്കെ തവാഫ് കഴിഞ്ഞു, പിന്നെ മൂന്നാമത്തെ ഘട്ടത്തിലേക്കാണ് നമ്മൾ പോവുക. അതെന്താണ്? സഈന് വേണ്ടി പോവുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ തവാഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സഈന്റെ ഏറോ മാർക്കുകളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാവും. ആ സഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ പോവുക. തവാഫ് പൂർത്തിയായ പിന്നെ വുളു നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, സഈന് വുളു നിർബന്ധമില്ല. അപ്പം സഈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ആ സഫ മർവ, ആ സഫയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് കയറുക. സഫയിൽ നിന്നാണ് തുടങ്ങുക. സഫയിൽ നിന്ന് തുടങ്ങി മർവയിലേക്ക് എത്തിയാൽ 1, മർവയിൽ നിന്ന് സഫയിലേക്ക് എത്തിയാൽ 2, അങ്ങനെയാണ് എണ്ണം പിടിക്കുക. സഫയിലേക്ക് പോകുമ്പോൾ ഇന്ന സഫ വൽ മർവത മിൻ ശഗാഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ എന്ന ആയത്ത് നമ്മളൊന്ന് ഓർമ്മിക്കുക മനസ്സിൽ. അത് ഉരുവിട്ടാൽ ഖൈർ. അപ്പം ഇതൊക്കെ പഠിച്ചിട്ട് പോകണ്ടേ, അവിടെ എത്തിയിട്ട് ബുക്ക് നോക്കി തന്നെയാണോ പറയുക എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. പഠിച്ചു പോയി കഴിഞ്ഞാൽ അതാണ് അഫ്ളൽ. ഇനിയിപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് അത് കഴിയുന്നില്ല ഒരു സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഖുർആൻ നോക്കിയിട്ടോ ബുക്ക് നോക്കിയിട്ടോ അത് ഉരുവിടുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മുടെ ആവശ്യം എന്താ? നമ്മുടെ ആവശ്യം എന്താ? അതെ, ഇഖ്ലാസോടെ ഉംറ നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിർവഹണത്തിന് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം സഈന് വേണ്ടിയിട്ട് നമ്മൾ സഫയിലേക്ക് പോകും. ആ സഫയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന നിലക്ക് പ്രാർത്ഥിക്കും. അപ്പം സഫയിലും മർവയിലും കയറുമ്പോൾ അവർക്കിടയിൽ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ഇല്ല. എന്നിരുന്നാലും ചില ആളുകൾ നമ്മൾക്കൊക്കെ വസിയത്ത് പറയാറുണ്ട്. വസിയത്ത് പറയുമ്പോൾ അവർ പറയും, സഫയിൽ കയറി എന്ന് കഅബയിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു അഫ്ളലായി സ്വീകരിക്കപ്പെടുന്ന നിലക്കാണ് അത് ഉള്ളത്. നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകളോട് വസിയത്ത് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, നിങ്ങൾ അറഫ മൈതാനിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയും. നിങ്ങളങ്ങനെ പറയലുണ്ടോ? ഹജ്ജിന് പോകുന്നവരോട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് മാത്രം നിർത്തുകയാണോ ചെയ്യുക? അല്ല, നമ്മളൊരു വസിയത്ത് പോലെ പറയണ്ടേ? അപ്പൊ ഏറ്റവും അഫ്ളൽ എന്താണ്? ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട് എങ്കിൽ അവരോട് പറയേണ്ടത്, അറഫ മൈതാനത്ത് നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മിക്കണേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയണം. അതെന്തിനാണെന്നറിയോ? അത് നമ്മുടെ വിഷയത്തിലുള്ളതല്ല, എന്നാലും സാന്ദർഭികമായി സൂചിപ്പിക്കാൻ. അതെന്താന്ന് ചോദിച്ചാല്, അറഫ മൈതാനിന്റെ അവസാന സമയത്ത് അള്ളാഹു മലായിക്കത്തുകളും തമ്മിൽ നടക്കുന്ന ഒരു സംസാരമുണ്ട്. ആ സംസാരത്തിൽ അള്ളാഹ് മലക്കുകളോട് പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ അടിമകളെ കണ്ടോ, അവര് ക്ഷീണിച്ചിട്ടുണ്ട്, അവിടെ വസ്ത്രങ്ങളൊക്കെ മലിനമായിട്ടുണ്ട്, അല്ലെങ്കിൽ കാറ്റും ആ മണ്ണും ഒക്കെ കൊണ്ടിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ മോശമായിട്ടുണ്ട്, അവരുടെ തലമുടികൾ പോലെ അല്ലെങ്കിൽ ശരീരമൊക്കെ അവരുടെ പൊടിപടലങ്ങൾ കൊണ്ട് ഒരു ജട പിടിച്ച പോലെ ഒരു ക്ഷീണം സംഭവിച്ച വല്ലാത്തൊരവസ്ഥയിലാണ് അവരുള്ളത്. എന്നിട്ട് പറയാണ്, അവർ വന്നതെന്തിനാ? അവർ വന്നത് എൻ്റെ സ്വർഗത്തിന് വേണ്ടിയാണ്. ആ സ്വർഗം കിട്ടാനാണ് അവർ പ്രയാസം അനുഭവിച്ചതൊക്കെ. അതുകൊണ്ട് അവരോട് പറഞ്ഞേക്കുക, പിരിഞ്ഞു പോയിക്കൊള്ളുക, മിനയിലേക്ക് പോയിക്കൊള്ളുക, അല്ലെങ്കിൽ മുസ്ദലിഫയിലേക്ക് അവരിങ്ങനെ മാറുകയാണല്ലോ പോകാൻ, അവിടുന്ന് പൊയ്ക്കൊള്ളുക എന്ന് പറയാം. അറഫ മൈതാനം വിട്ട് പൊയ്ക്കൊള്ളുക, നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയും ഇതാ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അവരതും സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും റബ്ബ് സ്വീകരിച്ചു, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടതും അള്ളാഹു സ്വീകരിച്ചു. അപ്പൊ ആ രൂപത്തില് നമ്മൾ ഇനി പറയുമ്പോൾ, വസിയത്ത് പറയുമ്പോൾ എന്ത് ചെയ്യണം? അറഫ മൈതാനിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഓർമ്മിക്കണേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇതുപോലെയാണ് സഫയിൽ കയറി നിന്ന് ഖിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സഫയിൽ നിന്ന് തുടക്കം കുറിക്കുക, മർവയിലേക്ക് ഇറങ്ങി പോകും. ആ സഫ തൊട്ട് മർവ വരെയുള്ള ആ യാത്രക്കിടയിൽ, സഈന്റെ ഇടയിൽ 2 പച്ച ലൈറ്റുകൾ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മുകളിൽ.
അതിൻ്റെ ഇടയിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തവാഫ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 നമ്മൾ ഓടിയില്ലേ, അതുപോലെ ആയിരിക്കണം ഈ 2 അടയാളങ്ങൾക്കിടയിലും ഓടേണ്ടത്. പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചൊന്ന് വേഗത്തിലായിരിക്കണം ആ സ്ഥലത്ത് നടക്കേണ്ടത്. അങ്ങനെ അത് നടന്ന് മർവയിലേക്ക് കയറുന്നു. മർവയിൽ നിന്നും കെബിലക്ക് അഭിമുഖമായി നിന്ന് കാബയിലേക്ക് നോക്കി നിന്ന് ദുആ ചെയ്യുന്നു. തിരിച്ച് സഫയിലേക്ക് വരുന്നു. അങ്ങനെ എണ്ണം നോക്കുക. സഫയിൽ നിന്ന് മർവയിലേക്ക് എത്തിയപ്പോൾ 1 അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 2. അങ്ങനെ 7ാമത്തേത് മർവയിലാണ് അവസാനിക്കുക. മർവയിൽ അവസാനിക്കുന്നതോടുകൂടി എന്ത് കഴിഞ്ഞു? സഈ കഴിയാണ്. ഈ നടത്തത്തിന്റെ ഇടയിൽ നമുക്ക് കുറച്ചധികം സമയം കിട്ടും. ആദ്യത്തെ 1ഉം 2ഉം ഒക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പെട്ടെന്ന് കഴിയുന്നുണ്ടല്ലോ എന്ന്. പിന്നെ നമുക്ക് തന്നെ തോന്നി തുടങ്ങും ഇതെന്നാ തീരാത്തത്. നമ്മൾ മനുഷ്യരാണല്ലോ, സ്വാഭാവികമാണ്. ഇപ്പൊ കാലിന് വേദന തുടങ്ങും, ഊരക്ക് വേദന തുടങ്ങും, ഊരൊക്കെ ഒരു പിടുത്തം ഉണ്ടാവും, നടുവൊക്കെ ഒരു പിടുത്തമായിരിക്കും. അപ്പോൾ നമ്മൾ തോന്നും ഇനിയിപ്പോൾ കുറച്ച് മെല്ലെ നടക്കാം എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ തന്നെ എന്ത് ചെയ്യും? നമ്മൾ സഫയിലോ മറവയിലോ എവിടെയെങ്കിലും കയറിയ കുറച്ചു നേരം അവിടെ ഇരിക്കും. അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എന്നിരുന്നാലും ആ സമയത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോകരുത്. അതാണ് വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യർ എന്നുള്ള നിലക്ക് നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് എന്നുള്ള ബോധവും കഥയൊന്നും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പം ആ സമയത്ത് അള്ളാഹുവിന് അനിഷ്ടമാകുന്ന നിലക്കുള്ള സംസാരങ്ങളോ വാക്കുകളോ ഒന്നും നമ്മൾ ഉരുവിടാൻ പാടില്ല. എല്ലാം ഖൈറ് എന്ന നിലക്ക് അൽഹംദുലില്ലാ അല്ലെ, ദിക്റുകൾ ഇങ്ങനെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയല്ലോ, ദുആകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ, ഖുർആൻ പാരായണങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. അപ്പം ആ സമയത്ത് ഇതൊക്കെ ഈ ത്യാഗം എനിക്ക് സഹിക്കാനുള്ളതാണ് എന്ന ചിന്തയോടെ മുന്നോട്ട് പോകണം. അപ്പോഴൊക്കെയാണ് നമ്മൾ ഹാജറ ബീവിനൊക്കെ ഓർക്കേണ്ടത്. ആ ഉമ്മ ആ സമയത്ത് നമുക്കിപ്പോൾ എന്താണ് ഫുള്ള് ടൈലിട്ട് മാർബിളിട്ട് സെറ്റാക്കി വെച്ചേക്കുക അല്ല, ചെരുപ്പ് പോലും ആവശ്യമില്ലാത്ത നിലക്ക് നമുക്കത് സുഖസുന്ദരമായിട്ട് സഅയ് ചെയ്യാനുള്ള അവസരങ്ങളാണ് ഉള്ളത്. എന്നാൽ ആ കാലത്ത് നമ്മുടെ ഉമ്മ നിർവഹിച്ച ആ ഒരു ത്യാഗം, ആ ത്യാഗവും ആ പരിശ്രമവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഏത് കഠിന വേദനയും കുറച്ചൊക്കെ സമാധാനം ഉണ്ടാക്കാൻ ഉതകുന്നതായിരിക്കും. അങ്ങനെ 7ാമത്തേത് മർവയിലേക്ക് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സഅയ് അവിടെ പൂർത്തിയാവും. ആ സമയത്തും നിങ്ങൾക്ക് വിചിത്രമായ പല സംഗതികളും അവിടെയും കാണാൻ കഴിയും. കുറച്ച് കത്രിക എടുത്ത് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും, ആണും പെണ്ണും ഒക്കെ കുറച്ച് ആൾക്കാരുണ്ടാവും. മുടി വെട്ടണോ ചോദിച്ചുകൊണ്ടാണ് നിൽക്കുക. ചിലരെന്ത് ചെയ്യും? അവിടുന്ന് തന്നെ കുറച്ച് മുടി അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മുടി വെട്ടിയിട്ട് തഹല്ലുലായി എന്ന് വിചാരിക്കും. സാധുക്കള് അങ്ങനെ ആരോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയതാണ്. അത് ഇസ്ലാമികമല്ല, ശരിയല്ല. മർവയിൽ സഅയ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ മർവന്ന് ഹറമിന്ന് പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ പോയിട്ട് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം, അതിനൊക്കെ അവസരങ്ങളുണ്ട്. അതിനുശേഷം നമ്മുടെ റൂമുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക് അവിടെ കുറേ ഇത്തരത്തിലുള്ള സെന്ററുകളുണ്ട്, ബാർബർ ഷോപ്പുകളുണ്ട്. അവിടെ കയറിയിട്ട് എന്ത് ചെയ്യാം? ആണുങ്ങൾക്ക് തല മുണ്ടനം ചെയ്യാം. തല മുണ്ടനം ചെയ്യലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. ഇനിയിപ്പോൾ മുണ്ടനം ചെയ്യുന്നില്ലെങ്കിൽ ഷേവ് ചെയ്യുക, മുട്ട പിടിക്കുക. ഇനിയിപ്പോൾ അതിന് പറ്റുന്നില്ല എങ്കിൽ മുഴുവൻ ഭാഗത്തു നിന്നും ചെറുതാക്കണം. തല മുഴുവൻ ഭാഗത്തു നിന്നും ചെറുതാക്കണം. ഈ കണ്ടതുപോലെ ഒന്ന് ഇവിടുന്ന് വെട്ടി, ഒന്ന് ഇവിടുന്ന് വെട്ടി, ഒന്ന് മുന്നിൽ നിന്ന് വെട്ടി, ഒന്ന് സൈഡിൽ നിന്ന് വെട്ടി, അങ്ങനെ വെട്ടിയാൽ തഹല്ലുലാവില്ല എന്നതറിയുക. തല മുഴുവനായും ചെറുതാക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? മുടി മുഴുവനായിട്ടും എടുത്തു കളയുക. അതാണ് ആണുങ്ങൾ ചെയ്യേണ്ടത്. പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് മുടി മൊത്തത്തിൽ പിടിച്ചിട്ട് ഒരു വിരലിന്റെ വലുപ്പത്തിൽ കട്ട് ചെയ്യുക. സ്ത്രീകള് മുടി മുഴുവനായിട്ടും പിടിക്കുക, എന്നിട്ട് ഒരു വിരലിന്റെ വലുപ്പത്തിൽ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. അതാണ് തഹല്ലുലാവുക എന്ന് പറഞ്ഞ. സഹോദരങ്ങളെ, പലപ്പോഴും മുൻപ് ഇപ്പോൾ ഉംറ ചെയ്തു പോയ സമയത്ത് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ വെട്ടിയിട്ട് തഹല്ലുലായി എന്ന ധാരണയിൽ ജീവിക്കുന്ന ആളുകൾ പലരും ചിലപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ടാവും. ഈ കൂട്ടത്തിലുണ്ടെന്നല്ല പറയുന്നത്, ചിലപ്പോൾ നമ്മളെ അറിയുന്ന പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ അടുത്ത് ഒരാളോട് സംസാരിച്ച സമയത്ത് അവരിങ്ങനെ ഉംറന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഞാൻ അന്ന് എന്ന് പറഞ്ഞാൽ 1-2 വർഷം മുന്നേ എന്ത് ചെയ്തു? ഉംറക്ക് പോയതാണ്. ആ ഉംറക്ക് പോയ സമയത്ത് മർവയിൽ വെച്ച് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇങ്ങനെ ചെയ്താൽ മതി എന്ന് തോന്നിയിട്ട് എന്ത് ചെയ്തു? അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ട് അവസാനിപ്പിച്ചു. ആള് തഹല്ലുലാവോ?
ഇല്ല. തഹല്ലുലാവാത്തടത്തോളം അയാൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്തായിട്ട് മാറും? ഇഹ്റാമിന് നിഷിദ്ധമാക്കപ്പെട്ട നിലക്കായി മാറൂലേ? അപ്പൊ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് കുറ്റമില്ല. പക്ഷെ നമ്മൾ അറിയണം. ഒരു കർമ്മം പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ അറിയണമല്ലോ ഇതെങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട എന്തെങ്കിലും ചെയ്തു പോവുകയാണ് എങ്കിൽ അതിന് പ്രായശ്ചിത്തം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരാടിനെ അറുത്ത് വിതരണം ചെയ്യുകയോ 6 പാവങ്ങൾക്ക് ഭക്ഷണം നൽകുകയോ 3 ദിവസം നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അത് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ തഹല്ലുലാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ കർമ്മം പൂർത്തിയാക്കാൻ നമുക്ക് കാര്യമാവുള്ളൂ. അപ്പം തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെല്ലാം അനുവദനീയമാണ്. മുടിയെടുക്കുകയോ മുടി വെട്ടുകയോ ചെയ്താൽ സ്ത്രീകൾ തഹല്ലുലായി, പുരുഷന്മാർ അതേപോലെ തന്നെ മുടിയെടുക്കുന്നതോടുകൂടി അവരും തഹല്ലുലായി. ഈ 4 കാര്യങ്ങളും കൊണ്ട് ഉംറ പൂർത്തിയായി. അൽഹംദുലില്ലാ. പിന്നീട് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്, റൂമിലേക്ക് പോവാം, വിശ്രമിക്കാം. മറ്റു നമ്മൾ എന്താണോ സാധാരണ നിലക്ക് ധരിക്കുന്ന വസ്ത്രങ്ങൾ ഏതൊക്കെയാണോ ആ വസ്ത്രങ്ങളൊക്കെ ധരിക്കാം. അതിലൊന്നും പിന്നീട് ഒന്നുമില്ല. പക്ഷേ വീണ്ടും നമ്മൾ ഹറമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ തഹിയ്യത്ത് തവാഫാണ് എന്ന് മനസ്സിലാക്കുക. തവാഫ് ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. മത്താഫിലേക്ക് ചിലപ്പോൾ എല്ലാ സമയത്തും എല്ലാവരെയും ഇറക്കിക്കൊള്ളണമെന്നില്ല. ഇഹ്റാം വസ്ത്രം ധരിച്ച ആളുകളെ മാത്രമേ ചിലപ്പോൾ എന്ത് ചെയ്യുള്ളൂ, മത്താഫിലേക്ക് ഇറക്കി വിടുള്ളൂ എന്ന് കരുതി എല്ലാ സമയത്തും പള്ളിയിലേക്ക് വരുമ്പോൾ ഇഹ്റാം വസ്ത്രം ഇട്ട് വന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇഹ്റാമിൽ തവാഫ് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്യും, ഉംറ കഴിഞ്ഞ് തഹല്ലുലായി കഴിഞ്ഞിട്ടും റൂമിൽ നിന്ന് ഹറമിലേക്ക് വരുമ്പോൾ ഈ വസ്ത്രം ഇട്ടിട്ട് വരും. അപ്പോൾ ഈ വസ്ത്രം കണ്ട പോലീസുകാർ എന്ത് ചെയ്യും, മത്താഫിലേക്ക് കടത്തി വിടുമല്ലോ എന്ന് കരുതി ചെയ്യുന്ന ആളുകളുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അതിന് കുറച്ച് ബാക്കിലായിട്ട് എന്തുണ്ട്, തവാഫ് ചെയ്യാനുള്ള മറ്റു അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. ഉംറ ചെയ്യുന്ന, തവാഫ് ചെയ്യുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക്, ഞാൻ ആദ്യമായിട്ട് ഹറമിലേക്ക് വന്നതല്ലേ, കഅബ കാണുമ്പോൾ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ചിലപ്പോൾ അങ്കലാപ്പുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ കഅബ കാണുമ്പോൾ പ്രത്യേകമായിട്ടൊന്നും പ്രാർത്ഥനകളൊന്നും ഇല്ല. അതെന്തിനാ പറയുന്നത് വെച്ചാൽ, ചില ആളുകൾ ഒരു അമിതാവേശം കാണിക്കും, പറയാം കൗതുകലേശം കൂടുതലാന്നൊക്കെ പറയല്ലോ, അതുപോലെയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് കെട്ടിമറിഞ്ഞ് വീണ് കരഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾക്ക് ഉണ്ടാവും. മനുഷ്യൻ എന്ന നിലക്ക് അവൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ കണ്ണുനീർ പൊഴിക്കുക എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ എൻ്റെ കൽബിൽ കണ്ട എൻ്റെ കഅബാലയം അല്ലെങ്കിൽ എൻ്റെ ഖിബില ഞാൻ കണ്ണുകൊണ്ട് കാണുമ്പോൾ കുറച്ച് വികാര തള്ളിച്ചൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അല്ല, ഇത്രയും കാലം കണ്ണുകൊണ്ട് കാണാത്തൊരു സാധനം നേരിട്ട് കാണാണ്, ഇവിടേക്ക് നോക്കിയാണല്ലോ ഞാൻ ഇത്രയും കാലം റബ്ബെ നിസ്കരിച്ചത് എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അമിതാവേശം കാണിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലോ നമ്മൾ ചെയ്യാൻ പാടില്ല. തവാഫ് ചെയ്യുക, ഹറമിലേക്ക് കഴിയുന്ന അത്രയും സമയം ചെലവഴിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം അവിടുത്തെ ഓരോ ജമാഅത്തിനും പ്രതിഫലങ്ങൾ, അത്രയും ലക്ഷങ്ങൾ പ്രതിഫലങ്ങൾ കിട്ടുന്ന ജമാഅത്തുകളാണ്. ഒന്നും മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സമയം അവിടെ ചെലവഴിക്കുക. പർച്ചേസിങ്ങിനൊക്കെ നിങ്ങൾക്ക് പോകാം, അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ സമയം നമ്മൾ പോകുന്നത് ഉംറക്കാണ് എന്ന ചിന്ത ഉണ്ടാവണം. ആ ഉംറയാണ് ഞാൻ പൂർത്തീകരിക്കേണ്ടത് എന്ന ഒരു ഓർമ്മ ഉണ്ടാവണം. അങ്ങനെ ഉംറ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയും അത് നിർവഹിച്ച് തഹല്ലുലായി മഖബൂലായ നിലക്ക്, മബ്റൂറായ നിലക്ക് അല്ലാഹുവെ നീ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ നമുക്ക് ഉംറ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളിൽ നിന്ന് ആ രൂപത്തിൽ നമ്മുടെ കർമ്മം സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്പെടുന്ന നിലക്ക് ഈ ഉംറ മുതൽ അടുത്ത ഉംറ വരെയും പാപങ്ങൾ ചെയ്തു പോകുമ്പോൾ അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക് പരിഹാരം എന്ന നിലക്ക് അള്ളാഹു സ്വീകരിക്കുന്ന നിലക്ക് ഇഖ്ലാസോടെ തഖ്വയോടെ ആ കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ തവാഫിനിടയിലും സഈലിൻ്റെ ഇടയിലൊക്കെയുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർമ്മിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല ഉംറ നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു നിങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടെ ചെലവഴിച്ച സമയവും ഉംറയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയവും ഒക്കെ മഹത്തായ നിലക്കുള്ള സന്ദർഭമായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ ഉംറ ചെയ്ത്
ഉംറ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.